കഴുത. പേര് കേൾക്കുമ്പോൾ തന്നെ മുഖം ചുളിയുന്നുണ്ടല്ലേ? എങ്ങനെ മുഖം ചുളിയാതിരിക്കും? ഒന്നിനും കൊള്ളാത്തവരെ കഴുതയോട് ഉപമിക്കുന്നതാണ് നമ്മുടെ പൊതുവെയുള്ള പ്രയോഗങ്ങൾ പോലും. തിരഞ്ഞെടുപ്പുകൾ ഓരോന്ന് കഴിയുമ്പോഴും പൊതുജനം കഴുതയാണെന്നും അല്ലെന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങളും ഉയരാറില്ലേ? സത്യം പറഞ്ഞാൽ ആദിമകാലം മുതൽക്കേ ഒട്ടേറെ ജീവികളെ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിലും നായ കഴിഞ്ഞാൽ മനുഷ്യരോട് ഏറ്റവും അടുപ്പവും ബുദ്ധിയും പ്രകടിപ്പിക്കുന്നത് കഴുതയാണ്. കാലം എത്ര കഴിഞ്ഞാലും പഴയ ഉടമയെ കണ്ടാൽ എടാ സാറേ നീയോ എന്നോർത്ത് തലയാട്ടാനുള്ള ശേഷിയും സ്നേഹവും അവയ്ക്കുണ്ട്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കഴുത എന്ന് വിളിക്കപ്പെടുന്നത് അപമാനകരമാണ്. ചീട്ടുകളി തോറ്റാലും കഴുതയാകും, അരസികനായാൽ മരക്കഴുതയുമാകും. കഴുത ഒരു വിഡ്ഢിത്തത്തിന്റെ പ്രതീകമായി മാറിയതിന്റെ പിന്നിലെ രഹസ്യം പോലും മനുഷ്യൻ പാടെ മറന്നിരിക്കുന്നു. സത്യത്തിൽ അത്രയ്ക്ക് മണ്ടനാണോ ഈ കഴുത? സസ്തനിയായ വളർത്തുമൃഗമാണ് കഴുത. കുതിരകളും കഴുതകളും ദശലക്ഷക്കണക്കിന് വർഷം മുൻപ് ഒരു പൊതുപൂർവികനിൽ നിന്ന് വേർതിരിഞ്ഞ് പരിണമിച്ചവരാണത്രേ. പലതരം കാലാവസ്ഥകളോടും സാഹചര്യങ്ങളോടും വേഗത്തിൽ ഇണങ്ങി ജീവിക്കാൻ കഴുതകൾക്ക് കഴിയും. അതിനാൽ മരുഭൂമിയിലെ ചൂടിലും കൊടും തണുപ്പിലുമൊക്കെ ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയും. വലിയ ഭാരങ്ങൾ ശരീരത്തിൽ വെച്ച് കെട്ടിയാലും നടന്നോളും. മേഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന മറ്റ് നാൽക്കാലികൾ അയവിറക്കാനായി ഇടയ്ക്ക് വിശ്രമിച്ച് സമയം കളയുമ്പോൾ കഴുത എല്ലാം ഷടപ്പടയെന്നാണ്. മുന്നിലെ വലിയ ചക്കപ്പല്ലുകളും വീതിയേറിയ കീഴ്ച്ചുണ്ടും കാടും പടലും വേഗത്തിൽ വായിലാക്കാനും ചവച്ചരയ്ക്കാനും ഇവയെ സഹായിക്കുന്നു.